വിൻ്റർ ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് നേരെ സൺലൈറ്റ് കിട്ടുള്ളൂ. ആ ചെറിയൊരു ടൈം എങ്ങനെ അടിപൊളിയായി സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. ഇവിടുത്തെ ഈ സ്ഥലങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എത്ര പ്രാവശ്യം നമ്മൾ വന്നാലും വീണ്ടും വീണ്ടും നമ്മൾ ഇവിടെ തന്നെ തിരികെ കൊണ്ടുവരുന്ന ഒരു മായാജാലം. കാണുന്ന മഞ്ഞൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഫുൾ ടൈം സ്നോ ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടണ്ട. വാൻകൂവറിൽ ഈ വിന്ററിൽ സ്നോ പെയ്തിട്ടേ ഇല്ല ഇതുവരെ. ഈ സെയിം ട്രെയിൽ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. അന്ന് വിചാരിച്ചതാണ് ഫ്രണ്ട്സിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ളത്. ഓരോ സീസണും അതിൻ്റെതായ ഭംഗിയുണ്ട്. വെള്ളച്ചാട്ടം കണ്ടുവന്ന് ഈ സൈഡിലുള്ള ട്രെയിൽ കയറാൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു അതൊരു പണിയാവുന്നുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വണ്ടി തെന്നി സ്ലൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കേറ്റം സീനാണ് നമുക്ക്. ഞാൻ ഇവിടുന്ന് ഒന്ന് റിവേഴ്സ് എടുക്കാൻ നോക്കിയപ്പോ വണ്ടി ഒന്ന് തെന്നി. അപ്പൊ ഞാൻ അത്ര തെന്നിയില്ലാന്ന്. ഞാൻ ഇങ്ങോട്ട് വണ്ടി പോകുമ്പോ ബാക്കോട്ടൊക്കെ ഒറ്റ പോക്ക് പോവാ. നിക്കൂലല്ലേ? നിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാ? ബാക്കിലെല്ലാം ഇത് വെക്കണോ? ബാക്കിൽ സ്റ്റോപ്പ്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കയറിന്റെ നാസിന്റെ വണ്ടിയിൽ കെട്ടിയാലോ? എന്നിട്ട് അങ്ങനെ നിക്കാ. ഒരു സേഫ്റ്റിക്ക് ഇതുണ്ടോ? ഇതാ വിടുന്ന് അങ്ങ് പോയതാ വണ്ടി. ഇതാ അതുണ്ടില്ലേ ബാക്കിലേക്ക് ഇറങ്ങി. ആ വണ്ടി നിർത്തിയോണ്ട് എടുക്കാൻ ഭയങ്കര ടാസ്ക്. ഇത് റിവേഴ്സ് തിരിച്ചിൽ നടക്കൂലേ? റിവേഴ്സ് കൺട്രോൾ കിട്ടൂല. അതെ. ഇതൊന്ന് ഫുള്ള് സാധനം കിട്ടോ? അവിടെ തെന്നിട്ടോ. ഇതിനെ ബാക്കിൽ മാറിക്കോ. ഇതിനെ ബാക്കിൽ മാറിക്കോ. ഒരനക്ക റിവേഴ്സ് വാ. മതി. ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുമ്മ കയറിയിട്ട് ആ ഒരു വ്യൂല് ഇവിടുന്ന് ബാക്ക് ഫ്ലിപ്പ് ചെയ്യണം. പറ്റുമെങ്കിൽ പിന്നെ പറ്റാതെ ഇതാണ് വെക്കും. ഞാൻ ഉറപ്പല്ലേ? വെച്ച് എല്ലാ മഞ്ഞക്കോയിലും നീലക്കോയിലും ഇവിടെ ഉണ്ട്. വിത്ത് മീ
ഗായ്സ് നല്ല ഫ്രഷ് ഗ്രില്ല് ചെയ്ത ചിക്കൻ. ഈ വൈബ് ആംബിയൻസ് ബൈറ്റ് ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ ഒരു ബൈറ്റ് എടുത്തിട്ട് ഫ്രഷ് ചിക്കൻ അടിച്ചാലല്ല മച്ചാനത് പോരാളിയാ. അതെ ഇത് നോക്ക് ഇത് മൂടി. ഡേ ലൈറ്റ് കുറച്ച് മാത്രം കിട്ടുന്നത് കൊണ്ട് ഇന്നത്തെ പ്ലാനിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് കുക്ക് ചെയ്യാനുള്ള ബീഫും ചിക്കനും വെജീസും ഒക്കെ ഞങ്ങൾ പ്രെപ്പ് ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ ചെയ്തത് കുക്കിംഗ് ടൈം സേവ് ചെയ്യാൻ പറ്റി. ആകെ കിട്ടിയ 8-9 മണിക്കൂർ ഡേ ലൈറ്റിൽ 100-ന് മേലെ കിലോമീറ്റേഴ്സ് ഡ്രൈവും ചെയ്ത് കുറച്ച് സ്നോയിലും കളിച്ച് ഫുഡും ഉണ്ടാക്കി ഫയറും ഇട്ട് നല്ലൊരു ചായ അടിച്ചു. പിന്നെ കുറേ കഥകളും തമാശയും. ഇതിനൊക്കെ ഞങ്ങൾക്ക് വേണ്ടി വന്നത് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ മാത്രം. With your